ഞാനവിടെ കേറാം. ഇങ്കമാതിരി കുഴിയെല്ലാം നാം എടാ ഞാനും വരുന്നത്. കൊറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പൊന്മുടി പോണം, അവിടുത്തെ കോട കാണണമെന്നൊക്കെ. അങ്ങനെ ആ ഒരു ആഗ്രഹം ഒട്ടും താമസിക്കാതെ തന്നെ നടത്തിയേക്കാന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയ എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കണ്ടു നോക്കണേ. ലിങ്ക് താഴെതോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് അത് കുത്തി അതൊന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ഇത് കാണാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വയറ് നിറച്ച് നല്ല കിടിലം ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പൊന്മുടി പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്. കാരണം നമ്മൾ മൂന്നാറൊക്കെ പോകുന്നതിന് മുന്നേ ആയിരുന്നു ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ഇതിനൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ അവിടെയൊക്കെ കയറാൻ നേട്ടം പ്രോമിസ് പറഞ്ഞത് കൊണ്ടും വയറിൽ നിറച്ച് ഫുഡ് ഉള്ളത് കൊണ്ടും ഞാനിപ്പോൾ അവിടെ ഇറങ്ങണമെന്ന് അതിയായി വാശി പിടിച്ചില്ല. അങ്ങനെ മേഘങ്ങൾ താണ്ട മലയെ തൊട്ടില്ല എന്നൊരു അവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പൊന്മുടിയുടെ വീഡിയോകളിലെല്ലാം നല്ല കോട കണ്ട എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത് നല്ല കിടിലം വെയിലാണ് കേട്ടോ. അന്നിനി ഞങ്ങൾ സീസൺ കേട് സമയത്താണോ ചെന്നേന്ന് അറിയില്ല. എന്തായാലും നല്ല തിരക്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകാറായപ്പോഴായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം വൈകിട്ടാവുമ്പോൾ ചിലപ്പോൾ കോട വന്നാലോ എന്ന് കരുതി നമ്മൾ സമാധാനപ്പെട്ട് അവിടെ നിന്ന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ KSRTCയുടെ സർവീസ് ഉണ്ട്. നമുക്ക് പൊന്മുടിയിലേക്കൊക്കെ വരാൻ തിരിച്ചു പോകാനും ഒക്കെ എന്താണ് ആ ഒരു ടൈം അനുസരിച്ച് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വെയിലൊക്കെ ഒന്ന് താന്നു തുടങ്ങി. അപ്പം തന്നെ എനിക്കൊരു മനസ്സമാധാനം. കാരണം ചെറിയൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ശ്യാമണ്ണനും അവിടെ വരുന്നുണ്ട്. ഞാനും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അല്ലെങ്കിൽ എവിടെ ചെന്നാലും എനിക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും വരത്തില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, സൂപ്പറാണോ എന്നൊക്കെ. എത്ര ഫോട്ടോ എടുത്താലും എനിക്കൊരു സമാധാനം ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് പോരാ അത് പോരാ ഇനി എടുക്കെന്നും പറഞ്ഞ് വീണ്ടും അപ്പൂനെ കൊണ്ട് കുറേ ഫോട്ടോസ് എടുപ്പിച്ചാൽ മാത്രം പോരാ, എനിക്കതൊക്കെ അപ്പം തന്നെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും എടുപ്പിക്കേണ്ടി വരത്തില്ലേ. അങ്ങനെ സമാധാനപരമായി അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടനും ശ്യാമണ്ണനും അപ്പവും കൂടെ ആ ഒരു മലയുടെ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് താഴെ നിന്ന് ആസ്വദിച്ചാൽ പോരേന്നൊക്കെ. പക്ഷെ അത് അവർ കേട്ടില്ല. അവർ കയറുകയും ചെയ്തു, എന്നെയും കൊണ്ട് പോകത്തോളെന്ന് പറയുകയും ചെയ്തു. അല്ല ഞാൻ പറയട്ടെ, വീഡിയോ എടുക്കണം ഞാൻ കയറുന്നത്. എങ്ങോട്ടായി എനിക്ക് കണ്ണും കാണാൻ വയ്യ. അവിടെ കയറാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തറയിൽ കൂടെ നടക്കുന്നതായിട്ടൊരു ഫീലേ ഉള്ളെങ്കിലും ഇത് കുത്തനെ ഉള്ളൊരു മലയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി അവിടെ ചെല്ലുമ്പോഴേ താഴെ കോട കാണുമെന്നൊക്കെ ഒരു പ്രതീക്ഷ പോയതാ. പക്ഷെ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നൊരു മലയിൽ ചാടി കയറേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല കേട്ടോ. സത്യത്തിൽ ഇവർ മൂന്നുപേരും കൂടെ എന്നെ പറഞ്ഞു പറ്റിച്ചതാണ്. കാരണം ഈ മലയുടെ മുകളിൽ കയറാൻ വേറെ വഴിയില്ല, ഈ ഒരു വഴി തന്നെ കയറണം, കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് എന്നെയും പിടിച്ചുകൊണ്ട് ഈ മേളിലോട്ട് പോകുന്നത്. പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്ത് നേരെയുള്ളൊരു റോഡുണ്ടായിരുന്നു ഇതിന്റെ മേളിൽ കയറാൻ.
എന്തായാലും കഷ്ടപ്പെട്ട് ആ മല കയറി ചെന്നതിനൊരു ഫലം ഉണ്ടായി. കാരണം ഒരു കിടില എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത് കേട്ടോ. ദോ ആ കാണുന്ന റോഡ് താഴേന്നുള്ള ഇതിന്റെ മേളിൽ കയറാനായിട്ടൊരു റോഡാണ്. എങ്കിലും നിങ്ങൾ ഈ വഴി തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോൾ കണ്ട വ്യൂ അടിപൊളിയായിരുന്നു. വെയിൽ കുറഞ്ഞെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും വലിയ കുറവൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുള്ള സമയം തന്നെ ആയിരുന്നു കേട്ടോ. മലയുടെ മുകളായോണ്ടായിരുന്നു അങ്ങനെ. വൈകുന്നേരം ആയിട്ടും വെയിൽ അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കാണുന്ന പാറയുടെയും പുല്ലിന്റെയും മേളിലൊക്കെ കയറി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വെയിലും കൊണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തലവേദന എടുക്കും കേട്ടോ. അതുകൊണ്ട് ഏട്ടനെ തൊപ്പി ഇങ്ങ് എനിക്ക് തന്നു. ഞാൻ അതിങ്ങ് കൈക്കലാക്കിയെന്നും പറയാം. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഇനി അടുത്തത് എൻ്റെ ഫോട്ടോഷൂട്ട് ആവാമെന്ന് കരുതി. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ മാറിക്കേ, ഞാൻ അതിൻ്റെ മേളിലൊക്കെ കയറി നിൽക്കാം, എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ അപ്പുമോനാണ് എൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ. അവൻ്റെ ഫോണിൽ നിറയെ ഫോട്ടോസ് എടുത്തു തന്നു എനിക്ക്. അപ്പുമായിട്ട് എവിടെ പോയാലും എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തിരുന്ന അപ്പു തന്നെയാണ് കേട്ടോ. മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ അവനൊരു കില്ലാടി തന്നെയാണെന്ന് പറയാം. ഐഫോണിൽ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ ഇപ്പം എന്തായാലും അപ്പു പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരും ഇത് മതിയോന്നൊക്കെ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അലമ്പായാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് വെയിലൊക്കെ നല്ലപോലെ മാഞ്ഞു തുടങ്ങി. സൺസെറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ക്ലൈമറ്റ് ആകെ മാറി. നല്ലൊരു തണുപ്പൊക്കെ വന്ന് കോടയൊക്കെ ഇറങ്ങാറായി തുടങ്ങി. അതിനോടൊപ്പം നല്ല കിടിലം കാറ്റും. അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു അനുഭവം അല്ലായിരുന്നു പൊന്മുടി ഇപ്പൊ എനിക്ക് തന്നോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയ്ക്കൊരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഞാൻ അത്രയും നാളും കണ്ടിട്ടില്ലാത്ത കണക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൺസെറ്റ് നമ്മൾ കണ്ടു കേട്ടോ. മലയും ആഘോഷത്തോടെ ചേരുന്ന ഭാഗത്തൊരു തീക്കൂന കിടക്കുന്ന കണക്കാണ് നമുക്കത് നേരിട്ട് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും ഒരുപാട് എടുത്തില്ല. അതൊക്കെ ഞങ്ങൾ രണ്ടുപേരോട് അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചു. ചില സ്ഥലങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ ഓ ഇവിടെ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ വരേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ മൊത്തത്തിൽ മാറ്റി ഓ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായെന്ന് തോന്നിയേനെ എന്നൊരു സ്ഥലമാണ് എനിക്ക് പൊന്മുടി കേട്ടോ. ആ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തിനാ ഈ വെയിൽ കൊള്ളാൻ ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്നതെന്ന് ആദ്യം ആലോചിച്ചെങ്കിലും പിന്നെ ആ ചെറിയൊരു തണുപ്പും കാറ്റും ആ സൺസെറ്റും ഒക്കെ വന്നപ്പോഴത്തേക്ക് പൊന്മുടി പൊളിയായി കേട്ടോ. ഇനി ഒരു ദിവസം കുറച്ച് ലേറ്റ് ആയിട്ട് വന്ന് എല്ലാം ഒക്കെ ഒന്നുകൂടെ ആസ്വദിക്കാന്നൊക്കെ കരുതിക്കൊണ്ട് ഞങ്ങൾ പൊന്മുടിക്ക് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പൊന്മുടിയിലെ ആ സൺസെറ്റ് അടിപൊളിയായിരുന്നെന്ന്? അതെനിക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് സൂര്യൻ എൻ്റെ കൂടെ വരുന്ന കണക്കാണ് എനിക്ക് അപ്പം തോന്നിയത്. കാരണം പോകുന്ന വഴിക്കെല്ലാം ഇതേ കണക്കുള്ള ആകാശം, അതൊരു പൊളി വ്യൂ തന്നെയാണ് കേട്ടോ. നിങ്ങൾ പോകുമ്പോഴും ഇത് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകണമെന്ന്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല തേനെല്ലിക്കയും. അതൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് നമ്മൾ ഇനി താണ്ട താഴോട്ട് പോവുകയാണ്. ഇത് ഇവിടുത്തെയാണോ? താഴോട്ട് ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു കടയിൽ നിർത്തി. ആദ്യമേ തന്നെ ഞാൻ ഭരണിയിൽ നിന്ന് ഒരു തേനെല്ലിക്ക വാങ്ങിയാൽ കഴിച്ചു കേട്ടോ. പിന്നെ
പിന്നെ അതുപോലെ അവിടെ തേയിലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ മൂന്നാർ പോകാൻ അന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് തേയില വാങ്ങിയില്ല. പക്ഷെ അവിടെ തന്നെ നിർമ്മിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പൊ വേണ്ടവർക്കൊക്കെ വാങ്ങാം. പിന്നെ അതുപോലെ ചായയും നല്ല ബജ്ജിയും ബ്രെഡ് ഓംലെറ്റും ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം വാങ്ങി കഴിച്ചു. ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അവിടുത്തെ ഒരു ഫുഡ് വാങ്ങി കഴിക്കാതെ പോയാൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ. ആ സമാധാനക്കേട് എന്തായാലും ഇത്തവണ ഇല്ല കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴി ചെറുതായിട്ട് വീണ്ടും ഒരു വിശപ്പിന്റെ വിളി വന്നപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഹോട്ടലിൽ കയറി ചെറുതായിട്ടൊരു അൽഫാം തട്ടാന്ന് കരുതി കേട്ടോ. വളരെ മനോഹരമായിരുന്നു എന്തായാലും ഈ പൊന്മുടി യാത്ര. ഇനി ഒരിക്കൽ കൂടി എനിക്കിവിടെ വരണം. കാരണം നല്ല മഴയും നല്ല കോടയൊക്കെ ഉള്ളപ്പോൾ പൊന്മുടി കാണാൻ ഇനിയും ഭംഗിയാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അതൊക്കെ നേരി കണ്ടില്ലെങ്കിൽ പിന്നെന്തോ ലൈഫിനൊരർത്ഥം. അപ്പൊ ഇനി വരുവാണെങ്കിൽ ഞാൻ അതിന്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.